ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് പൊറോട്ടപ്പണിയാണ് കേട്ടോ. പൊറോട്ടപ്പണി ആകുമ്പോൾ കുറച്ച് സമയം അധികം ഉണ്ടാകും. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ചുട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. എപ്പോഴും ഇങ്ങനെ പൊറോട്ടൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചില്ലേ? അപ്പോൾ കാണാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ഇടുന്നത് കേട്ടോ. പുതിയതായിട്ട് വരുന്നവർക്കും ഒന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ നമ്മളെ ചാനലിൽ 2-3 പൊറോട്ടൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് കുഴച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതുപോലെ നല്ല നൈസായിട്ട് കിട്ടും. ചില സമയത്ത് ഞാൻ അപ്പളൊക്കെ കുഴച്ചിട്ട് അങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ പൊറോട്ടയ്ക്ക് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വീസാൻ വയ്ക്കുന്നവർക്ക് വീസി ഉണ്ടാക്കുക, അല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കണമൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കിയത് ആദ്യം മുതലേ. നല്ല പൊറോട്ട ഉണ്ടാക്കും, ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല വെന്ത് പപ്സ് മാതിരി ആകും. പിന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പരത്തുന്നത് ഓരോന്നും പ്ലേറ്റുകളിൽ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾ ചുട്ടും കൊണ്ട് ഇരിക്കുന്നുണ്ട്, മകൾ ചുടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വട്ടത്തിൽ ചിറ്റി വെച്ച പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വീസിയിട്ട് ചിറ്റി വെച്ചില്ലേ, ആ പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾക്കിനി പൊറോട്ട ഉണ്ടാക്കല്ലേ. അപ്പോൾ അതുപോലെ അടുപ്പത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ഗ്യാസിലൊക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ തീ കൂടിയ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ അടുപ്പിലാകുമ്പോൾ പൊറോട്ടയും പത്തിരിയൊക്കെ അടുപ്പിലുണ്ടാക്കണതന്നെ കേട്ടോ എനിക്കിഷ്ടം. ഇപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തീ കൂടി പോകാതെ നോക്കണം. ഞാൻ ഈ ചട്ടിയിൽ പത്തിരി ഉണ്ടാക്കലുണ്ട്, ദോശ ഉണ്ടാക്കും, ചപ്പാത്തിയൊക്കെ ചട്ടിയിലായിട്ട് ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ആയതൊക്കെ നമ്മളിത് അങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾക്ക് പൊറോട്ടയ്ക്ക് പൂതിയാകുമ്പോൾ അങ്ങനെ കടയിലൊന്നും പോകാതെ ഒരു 1/2 കിലോ മൈദയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5-10 പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കി ഉണ്ടാക്കണമെന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മളിനി ഈ പൊറോട്ട തന്നെ ബാക്കി വന്നാൽ ഇതുകൊണ്ട് എന്താ ചെയ്യാന്ന് നമ്മൾ ആവി ഏറ്റിയിട്ടും ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടും ഒക്കെ കഴിക്കൂലേ? എന്നാലും ആ ഒരു പുതിയൊരു ടേസ്റ്റ് വരില്ലല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം. ഇന്നത്തെ പൊറോട്ട ബാക്കി വന്നിട്ട് തലേ ദിവസമൊക്കെ കൊടുന്ന് വെച്ചിട്ട് നമ്മൾ രാത്രിക്കൊക്കെ വാങ്ങിയ പൊറോട്ട രാവിലെ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കാതെ ആവി കയറ്റിയിട്ടൊക്കെ ആകുമ്പോഴൊന്നും രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് പറ്റിയൊരു സംഭവം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക എല്ലാവരും. അപ്പോൾ നമ്മൾ എന്തായാലും പൊറോട്ട കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ ബാക്കിയായിട്ട് ഉണ്ടാക്കിയ പലഹാരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഇതിലൊരു 6 പൊറോട്ട ഉണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ കവറിൽ മടക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കുറച്ചിട്ടിട്ടുണ്ട്. ലേശം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത്തിരി ഇട്ട് കൊടുക്കരുത്. 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും. ഇതിപ്പോൾ 5 പൊറോട്ടക്കുള്ള ഒരളവാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളിയും. ഇതിപ്പോൾ ഇരട്ടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മസാലകൾ ഇതിനിരട്ടി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയും പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ മസാല മാത്രമേ ഉള്ളെങ്കിൽ അത് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഗരം മസാല മാത്രമേ ഉള്ളെങ്കിൽ അതായാലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ രണ്ടും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് രണ്ടും ഇട്ട് കൊടുത്തതാണ്. ഇനി ആ മസാലയിൽ നിന്ന് വെന്ത് കിട്ടാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളമൊന്നും വറ്റി വന്നിട്ടില്ല. അപ്പം ഞാനൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട എന്തായാലും വേണം കേട്ടോ, എന്നാലുള്ളൊരു രസം. അതല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ അത് 2-3 കഷ്ണം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇല്ല കറി പോലെ അങ്ങനെ ഒഴിച്ചാട്ടോ. ബീഫിൻ്റെ നല്ല കുറുമ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വരട്ടിയതുണ്ടെങ്കിൽ അങ്ങനെ
ഒരു 4 കഷ്ണം ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുക. ഈ പൊറോട്ടൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കൊത്തു പൊറോട്ട പറഞ്ഞിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഇതിൽ ഞാൻ ഫുള്ള് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, മണം ഉണ്ടാവും കേട്ടോ. പറയണതിലൊക്കെ എന്തൊക്കെ തെറ്റുകൾ വരുന്നുണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. ഇപ്പോൾ അത് ഇതിൽ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ നനയണില്ല മസാലയില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്നും ഇങ്ങനെ തെളിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ പൊറോട്ട നനയണ വിധത്തിലൊന്ന് തെളിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഞാനൊരു പകുതി നാരങ്ങയുടെ നീരും കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ഒരു 2-3 ആൾക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. ചായ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെറും വെള്ളത്തിൻ്റെ ഒപ്പാണെങ്കിലോ ഇത് കഴിക്കട്ടോ. അത് 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനും നല്ലതാണ്. രാവിലെ നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് രാവിലേക്ക് കടിയായിട്ട് ഉപയോഗിച്ചട്ടോ അത്. അപ്പം നമ്മളെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ചിലർ ഇത് ഇങ്ങനെ കുഴമ്പി കൊണ്ടാക്കൂട്ടോ, വെള്ളം പോലെ. അങ്ങനെ ആക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചില ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുഴഞ്ഞും കൊണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പൊറോട്ട വീഡിയോ കൊത്തു പൊറോട്ടയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇനി പൊറോട്ടയൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തോളുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.